ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ കുറേ നാളായിട്ട് കണ്ടിട്ട്. അപ്പോൾ ഫോണിന് എന്താണ് പറ്റിയേ, അല്ലെങ്കിൽ എന്താണ് വീഡിയോസ് ഇല്ലാത്തത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ പാകത്തിന് ഫോൺ ഓക്കെ ആയിരുന്നില്ല. അതായിരുന്നു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ എല്ലാം കൂടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ കുറേ ലെങ്ത്ത് പോകും. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫോണിന് എന്താണ് പറ്റിയത് എന്നുള്ളത്. ഞാൻ ഷെൽട്ടറിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വെള്ളത്തിൽ വീണായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ വീണ സമയത്ത് അന്ന് ഞാൻ എറണാകുളം വന്ന് ഡിസ്പ്ലേ റെഡിയാക്കി പോയി. അതിന് ശേഷം പിന്നെ ഫോണ് ലൂക്കയുടെ കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോഴാണ് ഡിസ്പ്ലേ പോണത്. അപ്പോൾ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, ഞാൻ ഒരു വട്ടം ലൂക്കയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ കലൂർ പള്ളിയിൽ കയറിയിട്ട്, അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ കലൂർ പള്ളിയിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ജസ്റ്റ് ഒന്ന് ലൂക്കയുടെ കൈ തട്ടി എന്തോ ഫോൺ താഴെ പോയി. ഫോൺ താഴെ പോയപ്പോൾ പിള്ളേരുള്ള വീടാകുമ്പോൾ നമുക്കറിയാം ഫോൺ എപ്പോഴും താഴെ പോകും. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോണ്ട് ഫോണിൻ്റെ പകുതി ഡിസ്പ്ലേ പോയായിരുന്നു. അന്ന് ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് നല്ല മഴയായിരുന്നു. മഴ കാരണം കൂടിയാണ് നമ്മൾ പോരാണ്ട് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അന്ന് ഞങ്ങൾ പോയിട്ട് ഡിസ്പ്ലേ റെഡിയാക്കി. പക്ഷേ ഡിസ്പ്ലേ റെഡിയാക്കിയത് ഒരു പൊട്ട കടയിൽ നിന്നായിരുന്നു. പൊട്ട കട എന്ന് പറയാനായിട്ട്, ഞാൻ അന്ന് ഡിസ്പ്ലേ റെഡിയാക്കി ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊന്ന് പുറത്ത് പോയി കടയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്തൊന്ന് കടയിൽ പോയി കഴിഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ക്രീൻ ഓഫായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സാധാ സ്ക്രീൻ ഓഫ് ആയതാണെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പച്ചക്കറി കടയിൽ കയറിയ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഫോൺ ഓൺ ആവുന്നില്ല. അപ്പോൾ എനിക്ക് എന്ത് പറ്റിയെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സാധനം പോയെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ കടയിലത്തെ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ കോള് വരുന്നുണ്ട്, ഒന്നും കാണാനായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഫോണിൻ്റെ പരിപാടി തീർന്നു മനസ്സിലായി. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ അന്ന് പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ മേടിച്ച സാധനത്തിന് പൈസ കൊടുത്തിട്ട് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നടന്ന് വരുമ്പം ഞാൻ ആലോചിക്കുക എന്ത് ചെയ്യും എന്നൊരു കാര്യം ആലോചിക്കാനായിട്ട്. വീട് എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ അമ്മാതിരി മഴ. ഇവിടെ ഒരു ക്ലോക്ക് പോലുമില്ല, സമയം നോക്കാനായിട്ടൊരു ക്ലോക്ക് പോലുമില്ല. എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറേ നേരം ഇരുന്ന് വെച്ചു എന്ത് ചെയ്യും ഫോണില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ജീപ്പ് അതിലാണ്, യൂബർ ഇടാൻ പറ്റില്ല, സമയം നോക്കാൻ പറ്റില്ല, ഒരുമാതിരി ബിഗ് ബോസ് ഹൗസ് പോലെയായി. എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ താഴത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഇങ്ങനെ കംപ്ലൈൻ്റ് ആയി, എനിക്കൊന്ന് മേനക്കയിലേക്ക് പോകണമായിരുന്നു, ഒന്ന് യൂബർ ഇട്ട് തരുമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ യൂബർ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ഇട്ട് തന്ന്. ഭാഗ്യത്തിന് അന്ന് പോവാനുള്ള പൈസ ഉണ്ടായിരുന്നു. എന്നിട്ട് പോണ വഴിക്ക് ഞാൻ ഓട്ടോ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആണ്, ATM കാണാനൊന്ന് നിർത്തിയോളാം, പൈസ എടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടന് മനസ്സിലായി, അയ്യോ ഫോണില്ലാണ്ട് എങ്ങനെയാണ് കാര്യം പോവുക. കുറച്ച് നാൾ മുന്നേ ആ ചേട്ടന് ഫോൺ ഇതുപോലെ കേടായി, അപ്പോൾ എനിക്ക് അതിൻ്റെ ഇതറിയാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. എന്നിട്ട് ഷോപ്പിൽ പോയി ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പൊട്ട ഡിസ്പ്ലേ ആണ് ഇട്ടിരിക്കണേന്ന് ചോദിച്ചു. കാരണം ആ ഫോൺ ഞാൻ കൊണ്ടുവന്നിട്ട് താഴെ വെള്ളത്തിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അത്ര ഇതായിട്ട് നടക്കണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ഡിസ്പ്ലേ ഇട്ടിട്ട് കുറേ മാസത്തോളം നിന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം നിന്നിട്ടുണ്ടാവും. പിന്നെ ലൂക്കയുടെ നിന്ന് വീണപ്പോഴാണ് അതിൻ്റെ ഡിസ്പ്ലേ പോണത്. ഇത് വെള്ളത്തിൽ വീണിട്ടില്ല, താഴെ വീണിട്ടില്ല, നനഞ്ഞിട്ടില്ല, ഒന്നുമില്ല. കാരണം ആ ഒരു 2 ആഴ്ച ലൂക്കിക്ക് പനിയും കാര്യങ്ങളായിട്ട് ഞാൻ പുറത്തേക്ക് തന്നെ പോയിട്ടില്ല, പള്ളിക്ക് പോലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ പോക്കറ്റിൽ ടൈറ്റായി ഉണ്ടാവും, അല്ലെങ്കിൽ താഴെ വീണുണ്ടാവും, ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ 2 ആഴ്ചയായിട്ട് ഞാൻ പുറത്തേക്ക് പോലും ഞാൻ പോയിട്ടില്ല, ഇത് എന്ത് ഡിസ്പ്ലേ ആണ് ഇട്ടെന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ എൻ്റെ ഡിസ്പ്ലേ പോയിട്ട് ഇത്രയും മാസത്തോളം ലാസ്റ്റ് ചെയ്തു, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമെന്ന് പറഞ്ഞ് അവരെടുത്ത് പറഞ്ഞ് അവർ ഡിസ്പ്ലേ മാറ്റി തന്നു. അങ്ങനെ ഞാൻ ഡിസ്പ്ലേ മാറ്റി തന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോയി കഴിഞ്ഞു. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ ഓഫായി പോയി. അന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം 9:30-10 മണി സമയമാണെന്ന് തോന്നുന്നുണ്ട്. സ്ക്രീൻ ഓഫായി പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഫോണിൻ്റെ പണി കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രി ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം എനിക്ക് എണീറ്റ് ഷോപ്പിൽ പോകണം, ഇതാക്കണം, സമയം അറിയില്ല, ഒന്നും അറിയില്ല, യൂബർ ഇടാൻ പറ്റില്ല. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് മാറിപ്പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് ബസ് കിട്ടുക. അപ്പം ഞാൻ രാവിലെ എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ ഷോപ്പിൽ പോകുമ്പം സമയം എപ്പോഴാണ് എണീക്കണത് എന്താ ഒന്നും എനിക്കറിയില്ല.
അന്ന് ഞാൻ തീരുമാനിച്ചു ഇവിടെ ഒരു ക്ലോക്ക് മേടിച്ച് വെക്കണം എന്നുള്ളത്. പക്ഷെ ഇതുവരെ ഞാൻ ക്ലോക്ക് മേടിച്ചിട്ടില്ല. ക്ലോക്ക് മേടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് അപ്പോൾ മുന്നേ ഒരു തവണ പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും, ഓക്കെ സാധനം പോയി, ഇനി എത്ര കുത്തിയിരുന്നിട്ട് കാര്യമില്ല, അത് ഓണാവാൻ പോണില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എപ്പോഴേ എണീറ്റ് ലൂക്കയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ വേഗം ഫ്രഷായി അവനെയും കൊണ്ടുപോയി. അവൻ്റെ കാര്യം മാത്രം, ഫുഡ് കാര്യങ്ങൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഷോപ്പിൽ വഴിയിൽ കാണുന്ന ഒരു കുട്ടിയോട് സമയം എത്രയായി ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ് പിടിച്ച് മേനകയിലെത്തി. ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ചോദിച്ചേ, നന്നാക്കി പോയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല, നിങ്ങൾ എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് നിങ്ങളത് നോക്ക്, ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അത് സൊല്യൂഷൻ അത് കണ്ടെത്തിയ പോരെ എന്നുള്ള രീതിക്ക് പറഞ്ഞു. അത് നിങ്ങൾ നോക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ പേര് എനിക്കറിയില്ല. മേനകയിൽ കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ എന്തോ കടയാന്ന് തോന്നുന്നുണ്ട്. പേരെനിക്കറിയില്ല. ഭയങ്കര ഡിലേ ആണ്, ഭയങ്കര ഡിലേ ആണ്. നമ്മൾ ഈ സാധനം കൊടുത്തു കഴിഞ്ഞ് ഇവരാദ്യം ഇങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെ നോക്കും. അങ്ങനെ തന്നെ 1 മണിക്കൂർ അവർ കളയും. അപ്പം ഞാൻ ലൂക്കിനും കൊണ്ട് പോകുന്ന സമയത്ത് ഇപ്പം ലൂക്ക കുറച്ചൊക്കെ അലമ്പായി തുടങ്ങിയിട്ടുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ നടന്നു തുടങ്ങിയതുകൊണ്ട് അവൻ ഇങ്ങനെ ഒതുങ്ങിയിരിക്കില്ല. പണ്ടൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഒതുങ്ങിയിരിക്കും. ഇപ്പം നടന്നു തുടങ്ങിയതുകൊണ്ട് അവൻ നടക്കണം, എല്ലായിടത്തേക്കും അവൻ നടക്കണം. അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ നടന്നില്ലെങ്കിൽ പിന്നെ അവൻ അവിടെ ഫുള്ള് അലമ്പാക്കും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്തു തരണം, കാരണം കൊച്ചു കരണങ്ങൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തട്ടിയും മുട്ടിയും നോക്കി നിന്ന് എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂർ എടുത്ത്. അത്രയും സമയമാണ് കേട്ടോ ഇവർ ഡിലേ ആക്കണേ. ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തെങ്കിലും നടക്കും, നോക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെച്ച് എന്താണ് നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവരത് നോക്കി സാധനമൊക്കെ ഡിസ്പ്ലേ ഒക്കെ റെഡിയാക്കി തന്നിട്ട് ആദ്യം അവർ പറഞ്ഞത് ബോർഡ് അടിച്ച് പോയിണ്ടാവുന്ന, ബോർഡിന് കംപ്ലൈൻറ്റ് അത് അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായി, കംപ്ലൈൻറ്റ് എന്തായി, കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വഴിക്ക് അവർ പറയാം മനസ്സിലായില്ല, അത് കംപ്ലൈൻറ്റ് എന്തായെന്ന് അവർക്ക് മനസ്സിലായില്ല. അപ്പം അന്ന് ഞാൻ നന്നാക്കി കൊടുത്തിട്ട് എനിക്ക് മനസ്സിലായി ഇത് എന്തായാലും അധികം നാൾ പോവില്ല, പെട്ടെന്ന് അടുത്ത് അടിച്ചു പോകുന്നുള്ള കാര്യം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസ് കാര്യങ്ങളൊന്നും എടുക്കാണ്ടായി തുടങ്ങി. അതിന് മുന്നും ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേ പോയ സമയത്തും ഞാൻ പഴയ റീൽസാണ് എഡിറ്റ് ചെയ്തിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർക്കറിയാം, നമ്മൾ ഡെയിലിയിൽ ഒരു റീലെങ്കിലും ഇട്ടില്ലെങ്കിൽ നമ്മുടെ റീച്ചും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ യൂട്യൂബ് ഏകദേശം മോണിറ്റൈസായി വന്നിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്ക് മോണിറ്റൈസായി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഇൻകം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഫോൺ വെച്ചിട്ടാണ് വരുന്നത്. ഞാനിടുന്ന വീഡിയോസിലൂടെയും ഞാൻ ചെയ്യുന്ന വർക്കെല്ലാം ഫോണില്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോണില്ലാണ്ടായി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അയ്യോ എനിക്കുള്ളൊരു വരുമാനം നിൽക്കുകയാണല്ലോ എന്നൊരു ടെൻഷനായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ലാസ്റ്റ് ഇത് പോയ സമയത്ത് ഞാൻ മൊത്തം ബ്ലാങ്കായി പോയി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേന് പോകും. ഇനി എനിക്ക് ആ ഷോപ്പിൽ പോയി ചെയ്ത് വരാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കലൊക്കെ നിർത്തി, ഫോണിൽ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് എടുക്കാന്നുണ്ടെങ്കിൽ ഓണാക്കും, അവിടെ വെക്കും. വെറുതെ റീൽസ് പോലും കാണാൻ ഞാൻ എടുക്കാറില്ല. കാരണം ഒന്നാമത് ഇതിനിടയിൽ തന്നെ ഞാൻ ഫോൺ എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. എനിക്ക് ബജാജ് കാർഡില്ല, ക്രെഡിറ്റ് കാർഡില്ല, EMI എടുക്കാൻ എനിക്ക് പറ്റുള്ളൂ, റെഡി ക്യാഷ് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഇവിടെ കൊച്ചിയിൽ തന്നെ ഞാൻ മൈജിയിൽ, ലുലുവിൽ, ഈസി സ്റ്റോറിൽ, അതുപോലെ തന്നെ ഓക്സിജനിൽ, ഇവിടെ ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് EMIയിൽ എനിക്ക് കിട്ടിയിരുന്നില്ല, എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അഡ്രസ്സ് ഇവിടെയല്ല, തൃശ്ശൂരാണല്ലോ എൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് എൻ്റെ അഡ്രസ്സ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫിനാൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ വഴിയും എൻ്റെ അടഞ്ഞു. എനിക്ക് റെഡി ക്യാഷിൽ എടുക്കാൻ എനിക്ക് പറ്റില്ല, ഫിനാൻസിൽ എനിക്ക് കിട്ടില്ല. അവസാനം എനിക്കറിയാവുന്ന കുറച്ച് പേരോട് ഞാൻ ചോദിച്ചു ബജാജ് കാർഡോ ക്രെഡിറ്റ് കാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലൊന്നും ഇല്ല. ഉണ്ടായിരുന്ന ആൾക്കാരെ മാക്സിമം നോക്കി കേട്ടോ. എനിക്ക് ഇവിടെ എറണാകുളത്തെ അഡ്രസ്സുള്ള ഒരാളെനിക്ക് നല്ലപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു എനിക്ക് കിട്ടാനായിട്ട്. ആൾ പരമാവധി മാക്സിമം നോക്കിയായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റ ത്രൂ ആയിട്ട് 1-2 ലേഡീസായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച സമയത്ത് ഒരു ലേഡി പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, നമുക്ക് എടുക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എടുക്കാൻ പറ്റും എന്നൊരു കാര്യം പറഞ്ഞു. അപ്പം ഇവിടെ മേനകയിൽ ഒരു
മൊബൈൽ ഷോപ്പിൻ്റെ ഓണറായിട്ട് എനിക്കൊരു ഫ്രണ്ട് കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇതുപോലെ ബജാജ് കാർഡ് എന്തെങ്കിലും ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും, മാക്സിമം റേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തരാമെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഓർത്തോ കിട്ടി. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ റെഡി ആയിട്ടുണ്ട്, കാർഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ആ ചേച്ചി ഇന്ന് നോക്കിയാൽ പറഞ്ഞു, നാളെ എൻ്റെ അടുത്ത് പറഞ്ഞു ഫോണൊക്കെ നോക്കി വയ്ക്കുക, നമുക്ക് എടുക്കാന്നുള്ള രീതിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോണൊക്കെ നോക്കി വെച്ച് മെസ്സേജ് ഇട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരി ഒരു റിപ്ലൈ ഒന്നുമില്ല. അപ്പം എനിക്ക് മനസ്സിലായി നടക്കില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തോ വേറെന്തോ കാര്യം പറഞ്ഞ് മെസ്സേജ് ഇട്ടപ്പോൾ റിപ്ലൈ തന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് റിപ്ലൈ ഇല്ലാഞ്ഞെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ഹോപ്പ് ഞാൻ വിട്ടു. കാര്യം നമ്മളിങ്ങനെ വെറുതെ ടൈം കളഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മാക്സിമം ഇവിടെ നിന്നോണ്ട് ഞാൻ നോക്കി. അതിൻ്റെ ഇടയിൽ കുറേ വേറെ കുറച്ച് വള്ളിക്കേസുകൾ എൻ്റെ തലയിൽ വന്നു. അപ്പം എല്ലാം കൂടി എനിക്ക് ഭ്രാന്തായിപ്പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമ്മൾ പുകയായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ഇടയിൽ കൂടെ അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് പ്രശ്നം കൂടി വരുന്നത്. ആ ഒരു പ്രശ്നം കൂടി വന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യണമെന്നൊരു സാധനമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. ഇത് ഞാൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, എൻ്റെ ഞാൻ കുറച്ച് മുന്നേ പരിചയപ്പെട്ട ഒരു ലേഡി ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാത്ത കുറേ കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് വന്ന സമയത്ത് എനിക്ക് മൊത്തത്തിൽ ഒന്നാമത് ഫോണിൻ്റെ ഭ്രാന്ത് പിടിച്ചിരിക്കാം. എൻ്റെ വർക്കൊന്നും നടക്കുന്നില്ല. എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ വർക്ക് ഇപ്പോൾ ഏകദേശം ചെയ്യാണ്ട് തന്നെ ഇപ്പോൾ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വരുമാനമൊക്കെ പോയി, എനിക്ക് വരുന്ന ഇൻകം കാര്യങ്ങളൊക്കെ പോയി. എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം റെൻറ്റ് കൊടുക്കണം, ലൂക്കയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ എനിക്കത് മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതിനേക്കാൾ വലിയ ടെൻഷൻ വേറെ ഇല്ല അപ്പം. അപ്പം അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് അഡീഷണലായിട്ട് വേറെ കുറച്ച് കാര്യം കൂടി വന്നപ്പം ഞാൻ മൊത്തം മൈൻഡ് ഔട്ടായിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഈ ലാസ്റ്റ് ഡിസ്പ്ലേ റെഡിയാക്കിയ നേരത്ത് ഞാൻ ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ഞാൻ ആരും വിളിക്കാറില്ല, വാട്സപ്പിൽ ആരോടും മെസ്സേജ് ചെയ്യാറില്ല. ഇപ്പോൾ ഫ്രണ്ട്സ് 1-2 ഫ്രണ്ട്സായിട്ട് സംസാരിക്കാറുണ്ട്, അവരായിട്ട് സംസാരിക്കാറില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് അവർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് എന്തോ അവരോട് സംസാരിക്കാനൊരു ബുദ്ധിമുട്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ അങ്ങനെ ഇരുന്ന് സെറ്റായിപ്പോയി. അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇവർ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ വിളിക്കാൻ എൻ്റെ ഫോൺ ഓക്കെ ആയിട്ടില്ല എന്ന് പറയും. പിന്നെ വിളിക്കാൻ എന്തായെന്ന് ചോദിച്ചിട്ട് വിളിക്കും. അപ്പം ഞാൻ പറയും ശരിയായിട്ടില്ല, ഓക്കെ ആയിട്ട് ഞാൻ വിളിക്കാം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ഇടും. അപ്പോൾ അത് ഒരാഴ്ച യൂസ് ചെയ്യാണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, ഈ ഒരാഴ്ച ഞാൻ ഫോൺ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാനൊരു മടി എനിക്ക് വരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളമൊക്കെ ഞാൻ ഫോൺ യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് ഈ സാധനം ഞാൻ കളയുമോയെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. കാര്യം ആ ഒരു ടച്ച് വിട്ടു എനിക്ക് ഈ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ യൂട്യൂബിലാണെങ്കിലും റീൽസ് ആണെങ്കിലും ഷോർട്സ് എന്തെടുക്കാൻ എനിക്കൊരു മടി പോലെ ആ ഒരാഴ്ച കൊണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന ആ ഒരു സമയത്താണ് ഞാൻ തൃശ്ശൂർ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കിക്ക് 1.25 വയസ്സിൻ്റെ വാക്സിൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് സാധാരണ ഇതുവരെയുള്ള വാക്സിനൊക്കെ നമ്മൾ ഹെൽത്ത് സെൻ്ററിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1.25 എന്താ തൊണ്ടി രോഗമോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അതിൻ്റെയാണ്. അത് നമ്മൾ പുറമെ പ്രൈവറ്റിൽ പോയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് 1.25 വയസ്സിൻ്റെ നമുക്ക് എന്തായാലും പ്രൈവറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ എന്ന് മുന്നത്തെ വാക്സിൻ്റെ സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൂക്കിക്ക് വാക്സിൻ എടുക്കണം എന്നുള്ള രീതിക്കാണ് തൃശ്ശൂർ പോയത്. തൃശ്ശൂർ പോയ സമയത്താണെങ്കിൽ ലൂക്കിക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു. അതൊന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവന് വാക്സിൻ എടുത്ത് കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ സൺഡേ പോളിയോ ഉണ്ടായിരുന്നു, പോളിയോ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ കുറച്ച് ഇഷ്യൂസ് വന്നു. ഈ ഇൻസ്റ്റ ഫോളോ ചെയ്തവർക്കറിയാം, ഫോണിന് കുറച്ച് ഇഷ്യൂസ് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ചത്തോളമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇന്നാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തത് പോലും. കാര്യം എൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ, എൻ്റെ വർക്ക് നടന്നേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നടക്കില്ല. ഇനി ഫോണിൻ്റെ നിലവിലത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ ഫോണിൻ്റെ ഡിസ്പ്ലേ നേരെയാക്കിയിട്ടാണ് ഇരിക്കുന്നത്. പുതിയ ഫോണിൻ്റെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായതാണെന്ന് എനിക്കറിയില്ല.
അത് ഇപ്പോൾ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. പകുതി പകുതിയായിട്ടാണ് നിൽക്കുന്നത്, അതായത് കുറച്ച് ഇതിലെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ ഫോണിൻ്റെ പുതിയ ഫോണിൻ്റെ ഇഷ്യൂ സോൾവ് ആയിട്ട് വേണം എനിക്ക് ഫോൺ എടുക്കാനായിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണം പുതിയ ഫോണെന്ന് പറഞ്ഞാൽ അത്രയും പൊട്ട ഫോണാണ്, പെട്ടുപോയി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ ഈ മറ്റേ കൺസ്യൂമർ കോർട്ടും കാര്യങ്ങളായിട്ട് നമ്മൾ അതിൻ്റെ ഡീലിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സോൾവ് ആയിട്ട് വേണം ഇനി എന്താ പറയുക, ഫോണിൻ്റെ കാര്യം ഒന്ന് തീരുമാനമാക്കാനായിട്ട്. അത് പെട്ടെന്ന് നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കാറില്ല. അതുകൊണ്ട് ഞാനൊരു എക്സ്പെക്റ്റേഷൻ വെച്ചപ്പോൾ പോകാറില്ല. പിന്നെ ഈ തൃശ്ശൂർ പോയ സമയത്ത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച ഡിലേ ആവാനുള്ള കാര്യം പറഞ്ഞ പോലെ ലൂക്കയുടെ വാക്സിൻ, പോളിയോ, പിന്നെ ഹോസ്പിറ്റൽ കേസ്, പിന്നെ എനിക്ക് സ്കിന്നിനൊരു ലേസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പം ഇത്രയും ഡിലേ ആയി. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടുന്ന് ഞാൻ പോകുന്ന സമയത്ത് എല്ലാം ഒതുക്കി പെറുക്കി വൃത്തിയാക്കി ഇട്ടിട്ട് പോയി. പക്ഷെ തിരിച്ചു വരുമ്പോൾ മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരാഴ്ചക്കുള്ള കൂടുതലായിട്ട് ഇവിടുന്ന് മാറി നിന്നിട്ടില്ല. ഇപ്പോൾ 2 ആഴ്ചയോട് അടുത്തായപ്പം മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ഇനി അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇനി കുറച്ചധികം കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ, നമ്മുടെ വർക്കിൻ്റെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ വേറെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കാണാതെ അന്വേഷിച്ച കുറേ പേരുണ്ടായിരുന്നു, അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. കാരണം നമ്മൾ വീഡിയോസ് ഇടാതിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടല്ലോ ഇതൊരു സാധനം ആ സമയത്ത് വന്നായിരുന്നു. അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്ത് പറ്റി വീഡിയോസ് ഒന്നും ഇല്ലല്ലോ, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു സംഭവം. പിന്നെ ഇതിൽ അതായത് ഓരോ ദിവസം കൂടുന്തോറും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2ഉം 3ഉം എന്താ പറയുക പ്രതീക്ഷിക്കാത്ത ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ ആലോചിക്കും എങ്ങനെയാണ് ഈ പറയുന്ന എല്ലാം കൂടി എൻ്റെ തലമുടിക്ക് വന്നിരിക്കുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, എനിക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാർ, അങ്ങനത്തെ കുറേ പേര് എൻ്റെ ലൈഫിൽ ഇപ്പോൾ വരുന്നു. അത് എവിടുന്ന് വരുന്നു, എന്ത് വരുന്നു ഒന്നും എനിക്കറിയില്ല. എൻ്റെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം ഒറ്റയ്ക്കൊരു പെണ്ണ് നിൽക്കുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുന്ന കുറേ പേരിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങളാണ്. അത് അത് പറയാൻ തുടങ്ങുകയാണെങ്കിൽ കുറേ ഉണ്ടാവും. എനിക്കറിയില്ല അതിനൊക്കെ എന്തൊരു അവസാനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ എൻ്റെ നമ്പർ ഞാനറിയാണ്ട് എൻ്റെ നമ്പർ എവിടെ നിന്നൊക്കെയാണ് കിട്ടി എന്നെ വിളിച്ച് വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്ന, മീൻസ് ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒരാവശ്യമില്ലാണ്ട് എന്താ പറയുക, പൊട്ട ഇൻറ്റൻഷൻ കൂടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ, അത് എനിക്ക് അറിഞ്ഞുകൂടെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ സഹായിക്കാന്നുള്ള നിലയ്ക്ക് വന്ന് നമ്മളെ മാക്സിമം ഉപദ്രവിക്കുന്ന ആൾക്കാർ, ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് പെണ്ണാണ് ദ്രോഹിക്കുന്നത്. അത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട്, അതായത് കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഒരു ലേഡിയാണ്. ആ ലേഡി എന്നെ മെൻ്റലി തളർത്താനായിട്ടുള്ള ഭയങ്കര ശ്രമം നടത്തുന്നുണ്ട്. സഹി കെട്ടാൽ ഈ പറയുന്ന ഒത്തിരി ഞാൻ ക്ഷമിച്ചു, ഒത്തിരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിന്നു. പക്ഷേ ഇനി എന്നെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനെടുക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ അത് വളരെ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ഉണ്ടാക്കും. കാരണം അങ്ങനെയാണ്. കാരണം ഒരു മനുഷ്യൻ ജീവിക്കാൻ വിചാരിച്ച് നടക്കുന്ന സമയത്ത് നമ്മളെ ദ്രോഹിക്കാനായിട്ട് എവിടുന്നൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഇവരൊക്കെ എവിടുന്നാണ് വരുന്നത്, ഇവർക്കൊക്കെ എന്താണ് വേണ്ടത്. ഞാനിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി ജീവിക്കുന്നതാണ് ഇവരുടെയൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ ഇല്ലാണ്ടായി കാണാനാണ് ഇവരിതൊക്കെ ചെയ്യണേ. ഞാൻ ആർക്ക് ദ്രോഹം ചെയ്തിട്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഈ പറയുന്ന ഒരാൾക്കാരായിട്ട് ഞാൻ കോണ്ടാക്ട് ഇല്ല. എനിക്ക് പറയാനായിട്ട് ഞാൻ ഡെയിലി കോണ്ടാക്ട് വയ്ക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഡെയിലി എൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ എനിക്കില്ല. 1-2 പേരേ ഉള്ളൂ. അത് ഇപ്പോൾ വന്ന ആൾക്കാരല്ല, പണ്ട് മുതൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ മാത്രമാണ്. അല്ലാണ്ട് ഇന്നലെ വന്ന ആൾക്കാരോടോ ഇന്ന് വന്ന ആൾക്കാരോടോ എൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാറില്ല. എനിക്ക് ഇപ്പം ആരും വിശ്വാസമില്ല, അതാണ് കാര്യം. അപ്പം എന്തിനാണ് ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ കഷ്ടപ്പെട്ട് ഓടുന്ന ആൾക്കാരെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കണേ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ദ്രോഹിക്കണേ എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുക. കാര്യം
നിങ്ങളുടെ അടുത്തേക്ക് ഒന്നിനും വരുന്നില്ല. നിങ്ങൾ എവിടെ നിന്നൊക്കെ എൻ്റെ നമ്പർ കിട്ടി, എൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് എന്നെ ദ്രോഹിക്കാനുള്ള വഴികളൊക്കെ നോക്കുമ്പോൾ ആര് പറഞ്ഞിട്ടാണ്, എന്തിനാണ്, അതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യം, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യം എല്ലാം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സമയമായിട്ടുണ്ട്. പേയ്മെൻറ്റ് കിട്ടി തുടങ്ങിയോ കാര്യങ്ങൾ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ ഞാൻ പറയും. അതിനിടയിൽ എൻ്റെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ എൻ്റെ ഫോൺ അടിച്ചു പോയെന്ന് വിചാരിച്ചോളൂ. അല്ലാതെ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും. കാര്യം കണ്ടിന്യൂസ് ആയിട്ട് പോയാലാണ് ഈ പറയുന്ന ഒരു ഇൻകം എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ജോബായിട്ടാണ് ഇപ്പം ഞാനത് കാണുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് വരും വീഡിയോസിൽ കാണാം. ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.